ചായ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ആൾക്കുള്ള ചായയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം 3 ആൾക്കുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മസാല ചേർക്കാം. മസാല എന്ന് പറയുന്നത് ഒരു കഷ്ണം പട്ട, ഒരു കഷ്ണം ഇഞ്ചി, 4 ഗ്രാമ്പു, 4 ഏലക്ക ഇതേപോലെ പൊളിച്ചെടുത്തത്, അതിൻ്റെ കുരടക്കം വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്കിടാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ മസാലക്കൂട്ട് ഇടാം. ഇനി അത് ഒരു 5 മിനിറ്റ് നേരം നല്ലോണം തിളക്കട്ടെ. അപ്പോൾ മസാലയുടെയും ഇഞ്ചിയുടെയും ഒക്കെ സത്ത് അതിലേക്ക് ഇറങ്ങി നല്ല മണം വരും. നല്ല രുചിയാണ് കേട്ടോ ഈ ചായ കുടിക്കാനായിട്ട്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു. മസാലയൊക്കെ ഇട്ട് നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർക്കാം. ഈ പാല് ചേർത്തു. ഇനി അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര, ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തു. ഇനി അതിലേക്ക് ചായപ്പൊടി ചേർക്കാം. രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കും. ഇനി നന്നായി തിളച്ച് വരട്ടെ. ഇനി നന്നായി തിളച്ച് വരുന്നുണ്ട്. അത് ഇളക്കി കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കാം. തീ കുറച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ചായയുടെ കടുപ്പവും എല്ലാം വരട്ടെ. ഇനി ചായ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിന് തീ ഓഫാക്കാം. എന്നിട്ട് അരിച്ചെടുക്കാം. തീ ഓഫാക്കി ഇനി ചായ ഒരു കപ്പിലേക്ക് അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം. അരിച്ചെടുത്തു. ചായ നമ്മൾ അരിച്ചെടുത്തു. ഇനി അത് ഒരേ കപ്പിലേക്കായിട്ട് ഒഴിക്കുക.